മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കളിയാക്കാറുണ്ട്, മഞ്ഞുമൽ അങ്കിൾസ് ഇപ്പഴാണോ ശരിക്കും ബോയ്സ്. ഫസ്റ്റ് ഷൂട്ടിന്റെ ദിവസം വന്നിട്ട് 5 മണിയാകുമ്പോ ഇതെല്ലാം കയ്യിലപ്പോ ഇത് ഞാൻ ചോദിക്കുന്നത് എപ്പഴാ പോവാ, പാട്ട് പാടിയ രാത്രി പൈസ വെച്ചിട്ട് വീട്ടിൽ പോവാ. ലൈറ്റ് ഹാർട്ടഡ് കുടുംബ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫാമിലി ഇടിപ്പടം. ആ സമാധാനം പോണെന്നുണ്ടെങ്കിൽ അമ്മാരി ആൾക്കാരെ ഒന്ന് വെറുപ്പിക്കണം. അത് മൂപ്പളാണല്ലോ എന്തെങ്കിലും പറഞ്ഞു എന്റെ തലത്തൊട്ടപ്പന്റെ പോലെ. അതായത് തീരുമാനമാവട്ടെ. ഈ റാപ്പേഴ്സ് എല്ലാരും പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യാപ്പോ, പറയാൻ പറ്റില്ല. ഞാൻ ഫോൺ ചെയ്തവന് ഉറക്കത്തില്ല, ഇവൻ പാട്ട് വെച്ചിട്ട് ഉറക്കത്തില്ല. രാത്രി കറക്റ്റ് 10:01 സ്ഥിരം ഒരു പാട്ട്, കറക്റ്റ് 10:01 എല്ലാ ദിവസവും ഒരേ പാട്ട്. ബേബിക്ക് റൂമിൽ പോകാൻ പേടിയത്, ബേബി വേറെ നമ്മളെ പറയാൻ തെറ്റിച്ചിരിക്കും. രാത്രി റൊമാൻറ്റിക്കാ, പക്ഷെ 24/7 റൊമാൻറ്റിക് ഉള്ള ഒരാളുണ്ട്. അതാണ് ഇവിടെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിൽക്കാൻ പറ്റുന്ന സെറ്റും അല്ല. അത് അവരെ അങ്ങനെ ഓണി നിൽക്കണ നല്ല ഇട്ടിട്ടു ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇന്ന് ചോദിച്ചു പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ ഹിറ്റിംഗ് വെരി സൂൺ ദ മൂവി. ഇതിൻ്റെ നമ്മൾ ടീസർ ആണെങ്കിലും സോങ് ആണെങ്കിലും കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇത് റിലീസ് ആകുന്നത് എന്നുള്ളത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹിറ്റ് തിയേറ്റർ വെരി സൂൺ. ആലപ്പുഴ ജിംഖാന. ഹലോ ഗൈസ്. ഹലോ. അപ്പോൾ പറയൂ, എന്താ മറ്റേ ഇതിപ്പോൾ മറ്റേ ക്ലാസ്സിലിരിക്കുന്നവരുണ്ട് കേട്ടോ, ടീച്ചേഴ്സ്. ഇല്ല, കുറച്ച് കഴിഞ്ഞ് ശരിയായിക്കോളും. അതെനിക്കറിയാം, കുറച്ച് കഴിയണ്ടെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1 by 1 പറയൂ ആരൊക്കെയാണെന്നുള്ളത്. പ്രസന്റ് സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ ഇതിൽ ഷിഫാസ് അഹമ്മദ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആക്ച്വലി റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ലാസ്റ്റ് നമ്മൾ ഫാമിലിയുടെ സമയത്താണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് അതെ, അടിപൊളി. താങ്ക് യു. യെസ്, എൻ്റെ ഒരു ഫ്രാങ്കോ. ഞാൻ ഈ പറഞ്ഞോണം ഗായത്രി റഹ്മാൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ് ഞാൻ. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ചെറുത് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഷിഫാസ് അലി. കാണാം, തീർച്ചയായിട്ടും കാണാം. എൻ്റെ പേര് ഷോൺ. ഇതിൽ കിരൺ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആദ്യത്തെ പടം. എന്താണ് നമ്മൾ കുറച്ചധികമായി അതെ, കഴിഞ്ഞ നസ്ലിന്റെ ഇന്റർവ്യൂവിനാണ് കാർത്തി വന്ന് അതെ ഓർക്കുന്നത്. പ്രേമലൂരിന്റെ ജിഞ്ചർ മീഡിയക്ക് കൊടുത്ത ഇതില് ഇവനും പിന്നെ വേറൊരു അതെ, നിങ്ങളുടെ ആ കോംബോ വിജയിച്ചിട്ടേ ഉള്ളൂ. പ്രേമലൂർ ഹിറ്റ് ആയിരുന്നല്ലോ. അതെ അതെ, ഇതും അങ്ങനെ തന്നെ ആവട്ടെ. കാർത്തിയേ ആവട്ടെ. അല്ല, അന്ന് പറയുന്നുണ്ടായിരുന്നു നസ്ലിൻ ഞങ്ങൾ തമ്മിൽ വേറൊരു പരിപാടി വേറൊരു പടം വരുന്നുണ്ട് എന്ന്. ആ സമയത്ത് അതിന്റെ ട്രെയിനിങ് പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 6-7 മാസം കുറെ തവണ പറഞ്ഞു എല്ലായിടത്തും. ഒരു 6-7 മാസത്തെ ട്രെയിനിങ്ങും ഒരുപാട് പേരുടെ എഫേർട്ടും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതെ അതെ, ബാക്കി എല്ലാവരും കണ്ടിട്ട് പറയാ. ഓക്കെ, അതുപോലെ തന്നെ ആവട്ടെ. അതെ, എന്താണ് വിശേഷങ്ങൾ? കുറെ കഠിന പ്രയത്നമൊക്കെ എടുത്ത് അല്ലേ എല്ലാവരും. അപ്പോൾ ഇതിൽ ഞാൻ ആന്റണി ജോഷോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇവരൊക്കെ കോച്ചാണ് ഞാൻ. ബോക്സിംഗ് കോച്ചാണ്. പക്ഷെ റഹ്മാൻകാരുടെ ഞാൻ 3ാമത്തെ സിനിമയാണ് ഉണ്ടാ തല്ലുമല.
ഭയങ്കര ഹാപ്പിയാണ്. 27-ാം തീയതി സോറി 27-ാം തീയതി അല്ലല്ലോടാ 10-ാം തീയതി ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഒരാളോ ആരോ ഡേറ്റ് കൊടുത്തു 27-ാം തീയതി മറക്കണ്ടാന്നൊക്കെ. അപ്പൊ അത് പറഞ്ഞേക്ക് ഏപ്രിൽ 10-ാം തീയതി നമ്മുടെ റിലീസാണ്. വിഷുവിന് 4 ദിവസം മുമ്പ്. വിഷുവിന് 4 ദിവസം മുമ്പ്. അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വരിക, കാണുക എന്നാണ് പറയാ. കോച്ചിനെ പരിചയപ്പെടുക. ഹലോ, ഹായ്, പറയൂ. സൂപ്പർ അഭിനയം. അതെ, ഇതിൽ ക്യാരക്ടർ DJ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, ഡേവിഡ് ജോൺ. കുരിശിങ്ങലില്ല. നല്ല ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം എല്ലാവരും കൂടെ. അപ്പോൾ നല്ല കണ്ട് തുടങ്ങി വരാൻ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താ പറയാ, പാട്ട് മാത്രമല്ല, അതെ, ഒരു അഭിനയക്കളരി ആക്ടർ. അതെ, ഇനി ആക്ടറായിട്ട് ഒന്ന് ഒരു ചാൻസ് ഇങ്ങനെ റഹ്മാൻക്കൊക്കെ അങ്ങനെ വിളിച്ച് പോയി, പരിപാടി വർക്കായി. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വെയിറ്റിംഗ് ആണ്. അതെ, ഇനി വെയിറ്റിംഗ് ആണ് ദിവസങ്ങൾക്ക് വേണ്ടി. അതെ, യെസ്. ഈ റാപ്പേഴ്സ് എല്ലാവരും ഇപ്പൊ ആക്ടേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു എന്താ ചെയ്യാ, ഒരു അല്ല അങ്ങനെ ഉണ്ട്, ഒരു എന്ത് ചെയ്യപ്പോ പറയാൻ പറ്റില്ല. പറയൂ വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെ ദീപക് എന്താ ദീപകേട്ടൻ ഫ്രം ഹരിപ്പാട്. അതാണ് എന്റെ ക്യാരക്ടർ. ഇതുവരെ ചെയ്യാത്ത അതെന്ന് വെച്ചാൽ പ്രായം കൂടുതൽ തോന്നിക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടനാക്കിയതാണ് ഇവരെല്ലാരും കൂടിയിട്ട്. അപ്പൊ ഇതേപോലെ മഞ്ഞുമല കഴിഞ്ഞിട്ട് റൊമാനിക്കോടെ വർക്ക് ചെയ്യാൻ ഡയറക്ടർ എന്ന നിലയിൽ, കോ ആർട്ടിസ്റ്റ് അല്ലാതെ സന്തോഷം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പണിയെടുത്ത്, ചെറിയ പണിയെടുത്ത് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ഒരു 6 മാസത്തോളം നമ്മളെല്ലാവരും ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് തമാശ പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു സെഷൻ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരു കുറച്ച് കാലം. അപ്പൊ അതിന്റെ കൂടെ ഡയറക്ടറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റേ വെറുതെ പുറത്തുനിന്ന് ഡയറക്റ്റ് ചെയ്യലായിരുന്നു പുള്ളി, നമ്മുടെ കൂടെ ട്രെയിൻ ചെയ്ത് എല്ലാം. അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഷൂട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് മഞ്ഞുമ്മലിൽ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയായിരുന്നു. അപ്പം പിന്നെ വിത്ത് ടീനേജേഴ്സ്, മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കളിയാക്കാറുണ്ട്, മഞ്ഞുമൽ അങ്കിൾസ് എന്നാണ്. ഞാൻ വിളിച്ചോ ഇപ്പഴാണോ ശരിക്കും ബോയ്സ്. അപ്പൊ അടിപൊളിയായിരുന്നു, നല്ല ഷൂട്ടായിരുന്നു. ഹായ്, ഞാൻ അനഘ മാരവി. ഐ എം പ്ലേയിങ് എ ക്യാരക്ടർ കോൾഡ് നട്ടാഷ. ഇതിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആസ് എവരി വൺ സെറ്റ് റഹ്മാനിക്കയുടെ വലിയൊരു ഫാനാണ്. കറക്റ്റായിട്ട് വന്നു വിട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടറിയാം നമുക്കത്. ഹായ്, എൻ്റെ പേര് നന്ദ. ഞാൻ ഇതിലാണ് ഇപ്പോൾ ക്യാരക്ടർ ചെയ്യുന്നത്. ഇതിന്റെ ഡെബ്യൂ ആണ്. കാക്കനാട് വെച്ചാണ് അവിടുന്ന് തുടങ്ങി. ഞാൻ മെല്ലെ ഉറക്കൊക്കെ കഴിഞ്ഞ സമയം. അപ്പോ ഇവരുടെ പോലെ തന്നെ റഹ്മാൻകട ഭയങ്കര വലിയ ഒരു ആരാധകനാണ്. തല്ലുവല എല്ലാരും റെക്കോർഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല അത് കട്ട് ബാക്കി പറഞ്ഞോ. ഞാൻ പറഞ്ഞോട് ഷാനു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇവരുടെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവന്മാരെ ട്രെയിനിങ് ഒക്കെ ഞാൻ ചുമ്മാ പോയി അവിടെ കണ്ട് ചില്ല് ചെയ്ത്. അതെന്താ ഒരു അമ്മാവൻ ക്യാരക്ടർ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് ഇവിടെ. അങ്ങനെയായിരുന്നു. പിന്നെ കുഴപ്പമില്ല അല്ലേ. എനിക്കൊന്ന് ഗണുവാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോളേജിൽ കണ്ട് പോയിട്ട് എനിക്ക് 2-3 ദിവസം കോളേജിൽ പോയപ്പോൾ പറഞ്ഞു, ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയ്ക്കും പണി. എല്ലാം സിനിമയ്ക്ക് അതിൻ്റെതായ പരിപാടികളുണ്ട്, എന്നാലും ഇത്രയും എഫോർട്ട് ഇട്ട് ഗണു മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാവരും ഇത്രയും മന്ത്സ് അതിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നതാണെങ്കിലും എൻ്റെ ഡയറ്റ് ആണെങ്കിലും പരിപാടിയാണെങ്കിലും പിടിച്ചൊരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ എഫോർട്ട് ആക്ച്വലി എങ്ങനെയുണ്ട്? ഇത് പറഞ്ഞപ്പോൾ തന്നെ
ശരിക്കും യെസ് ഹാപ്പി ആയിരുന്നോ അതോ എന്നായിരുന്നു? അല്ല, ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ചിലപ്പം ലൈഫിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നടക്കൂല. എന്തെങ്കിലും ഒരു മോട്ടീവ് വേണമല്ലോ നമുക്ക് മുമ്പിൽ, ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ കൂടെ നമ്മളെ റഹ്മാനെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാളുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കുക. അപ്പൊ നമ്മൾ പുള്ളി നമ്മളെ ബെസ്റ്റ്, നമ്മുടെ കയ്യിൽ നിന്ന് എന്താണോ ഏറ്റവും നല്ല ബെസ്റ്റ് എന്നുള്ളത് അത് എടുക്കും പുള്ളി. അതിനുവേണ്ടി പുള്ളി മാക്സിമം നമ്മളെ പണിയെടുപ്പിക്കും. അപ്പൊ എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. ലുക്കൊക്കെ മുമ്പേ ഓൾറെഡി വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പരിപാടി, പുള്ളി എങ്ങനെയാണ്. പക്ഷെ നമ്മള് മെന്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയി. ഈ സിനിമയുടെ ഷൂട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മളെ കാണുമ്പോൾ തുടങ്ങാം എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ചാകരിക്കും വെള്ളം കഴിഞ്ഞിട്ട് ചാൻസ് ചോദിക്കാൻ തുടങ്ങിയതാണ് പുള്ളിയുടെ അടുത്ത്. ഉണ്ട എത്തിയപ്പോഴത്തേക്ക് പുള്ളി എന്റെ അടുത്ത് പ്രായം നിനക്ക് കുറവാണ്, അങ്ങനെ ഇതില്ല. പിന്നെ തല്ലുമാല എത്തി, പിന്നെ അതിലും ചോദിച്ചു. അത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞു നിനക്ക് പ്രായം കൂടുതലാണ്. ഇവിടെ അടുത്ത് എന്ത് ചെയ്യണം, ക്ലീൻ ഷേവ് ഫോട്ടോ ഒക്കെ അയച്ച് അങ്ങനെ കുറച്ച് എന്താണ് വിളി വരുന്നത്. അവസാനം ഞാൻ അതിനു മുമ്പേ റഹ്മാനെ ഞാൻ കാസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ ആസ് എ ഡയറക്ടർ ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ. ആ ടീം തന്നെ ഭയങ്കര രസമാണ്. ഇപ്പൊ ജിംഷിക്കായാലും ഫുൾ ക്രൂ തന്നെ ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാൻ, അടിപൊളിയായിരുന്നു. ഇപ്പം എസ്പെഷ്യലി ഖാലിദ് റഹ്മാൻ ഇങ്ങനെ ഒരു പേര് കേൾക്കും, പിന്നെ തല്ലുമാലയൊക്കെ കഴിഞ്ഞ് വേറൊരു പടം വരുമ്പോൾ, പിന്നെ ബോക്സിംഗ് എന്നുള്ളൊരു സാധനം ഇതിനകത്ത് വരുന്നതുകൊണ്ട് ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ഇടി തല്ല, അതാണ് ഒരു 85% അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടും വരാം. പക്ഷെ ഇതൊരു സ്പോട്ട് തീർച്ചയായിട്ടും ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു കോമഡി പടമാണ്. അതിൽ ബോക്സിംഗ് പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ബോക്സിംഗ് മൂവി വരുന്നു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കാൻ മറ്റേ ഇടിച്ച് ചോര തെറിപ്പിക്കുന്ന പരിപാടിയായിരിക്കും. പക്ഷെ അതെ, കുടുംബ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫാമിലി അതിനുള്ള അല്ല, ഇതൊരു ത്രൂ ഔട്ട് ഒരു ഫൺ പരിപാടിയിൽ പോകുന്ന ഒരു പരിപാടിയാണ്. ട്രെയിനിങ് പ്രോസസ് ഭയങ്കര ഹാർഡ്. നസ്ലിൻ ഫസ്റ്റ് ടൈം അല്ലേ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിനു വേണ്ടി കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരിക്കലും ഇത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഇനി എത്ര പടം കഴിഞ്ഞാലും ഈ ഓർമ്മകളൊക്കെ. ഇതിൽ ഏറ്റവും മടിയനായിരുന്നു ഈ ട്രെയിനിങ് പ്രോസസ് ആണ്. രാവിലെ എണീറ്റ് ജിമ്മിൽ വരണം, അല്ല കൂടുതൽ ചിലരുണ്ടാവുമല്ലോ അങ്ങനൊന്നുമില്ല, എന്താ ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാവും, രാവിലെ വരും, ഞാൻ എന്റെ കറക്റ്റ് വർക്കൗട്ട്. എല്ലാവർക്കും പല പേർപ്പസ് ആയിരുന്നു. ഇപ്പം നസ്ലിനാണെങ്കിൽ കട്ട് ചെയ്യുക, ലുക്കിനാണെങ്കിൽ കട്ട് ചെയ്യുക, എനിക്ക് കേറ്റുക, ചിലവർക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫുഡ് ഡയറ്റ് ഉണ്ട്, ഒരു ഫുഡ് പ്ലാൻ ഉണ്ട്. മറ്റേ എന്താ പറയണ്ട, ഇപ്പൊ വർക്ക്ഔട്ട് ആയാലും ഓരോരോ പ്രോസസ്സാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ രീതിയിലും എനിക്കറിയില്ല. എനിക്ക് മടിയെന്നല്ല വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മനസ്സിലായി. നമ്മൾ ഫസ്റ്റ് ആണ് ഈ പരിപാടി. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കരച്ചിലൊക്കെ വരും, നടക്കും. രാവിലെ ഇടയ്ക്കൊക്കെ മടി തോന്നും. അപ്പൊ പിന്നെ രക്ഷയില്ല. ഇനി ഒരു പിക്കപ്പ് ലൈൻ ആയാലോ? ഇട്ടു, നന്നായി. ഇനിയിപ്പോ അപ്പൊ ഇതിലെങ്ങനെ ഉണ്ടായിരുന്നു പറയാം, ഇതിലെ ക്യാരക്ടർ ആൻഡ് ഇതിലെ അധ്വാനം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് റൊട്ടീൻ വന്നത് ഈ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്ത ശേഷമാണ്. കാരണം മിക്കവാർക്കും എല്ലാവർക്കും കോളേജിലാണെങ്കിലും രാവിലെ കോളേജിൽ പോകും. അപ്പൊ ഉച്ചവരെ പറയും സാറേ ഞാൻ പോയിക്കോട്ടെ. സാറും അപ്പോൾ ഉച്ചവരെ പോവും. പിന്നെ ഉച്ച കഴിഞ്ഞ് കൊച്ചിയിലോട്ട് പോകും. പിന്നെ കൊച്ചിയിൽ നിന്ന് രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരും. പിന്നെ അതേ ഷെഡ്യൂൾ ചേർത്തില്ല. ബസ്സൊക്കെ പിടിച്ച് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് അവിടെ നിന്നൊക്കെ പോയി വന്ന ആളാണ്. പിന്നെ കുപ്പിയിൽ മറ്റേ ഈ കാടിവെള്ളം കലക്കണമെന്ന പ്രോട്ടീൻ പൗഡർ കൊണ്ടുവരും. അപ്പൊ എങ്ങനെ ഇതിന്റെ പ്രൊഫഷണൽ പരിപാടി ഒന്നും അറിയില്ലെങ്കിലും എന്റേതായ നാട്ടുംപുറം രീതിക്ക് ഞാൻ ട്രൈ ചെയ്തു. എന്തൊക്കെ മിക്സ് ചെയ്യുന്നത്? ഇല്ല, ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ പെട്ടെന്ന് 2 മാസം ഒരു ക്രാഷ് കോഴ്സ് പോലെ ബോഡി ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് എൻ്റെതായ രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അവിടെ അത്ര എത്തിയില്ലെങ്കിലും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടിയായിരുന്നു. ആണ്. അതിൻ്റെ എഫേർട്ട് എന്തായാലും ഉണ്ടാവും. താങ്ക് യു. ഷുവർ. നമ്മൾ ഇൻ്റർവ്യൂ എടുത്താൽ അത് ഉറപ്പായിരിക്കും. താങ്ക് യു. ആൻഡ് ബേബിജിൻ ഇതിൽ ആക്ടിങ് വൈസ് പറയൂ. കാരണം ആസ് എ സിംഗർ നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷൻ, നമ്മുടെ ഒരു സാധനം നമുക്ക് എപ്പോഴും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യാത്തൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ അതിന് ചെറിയൊരു എഫേർട്ടും അല്ലെങ്കിൽ ചാലഞ്ചസും തീർച്ചയായിട്ടും ഉണ്ടാവും. ഫോർ ഷുവർ. അതെ, എനിക്ക് പക്ഷേ ആ ഒരു റൊട്ടീൻ വൈസ് ബുദ്ധിമുട്ട് തോന്നിയെന്നല്ലാതെ അത്രയും ബെസ്റ്റ് ടീമിനാണ് എനിക്ക് കിട്ടിയത്. അതായത് എനിക്ക് ബെസ്റ്റ് ടീമിനാണ് കിട്ടിയെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അത് ഞാൻ വഴിയെ മനസ്സിലാക്കിയായിരുന്നു. അതായത് എല്ലാ സൈഡിൽ നിന്നും ദ ബെസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആ ബാക്കി സൈഡ്, അതായത് രാവിലെ എണിച്ചിട്ട് ഇത് പോണല്ലോ, ഇതിപ്പോ എപ്പോഴാണ് ഇത് വിടുക. ഞാൻ ഫസ്റ്റ് ഷൂട്ടിന്റെ ദിവസം ഫസ്റ്റ് ഷൂട്ടിന്റെ ദിവസം വന്നിട്ട് 5 മണിയാകുമ്പോ ഇതെല്ലാം കഴിഞ്ഞില്ലപ്പോ ഇത് ഞാൻ ചോദിക്കുന്നത് എപ്പോഴാ പോവാ. പാട്ട് പാടിയ രാത്രി പൈസ വെച്ചിട്ട് വീട്ടിൽ പോവാ. മുമ്പ് ഇതിപ്പോ 5 മണിയായിട്ട് വിടണേ കാണാഞ്ഞത് ആരോട് ചോദിക്കല് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി ആ ഒരു എഫേർട്ട്ലെസ് ആവാൻ കാരണം തന്നെ ഞാന് ഈ സറൗണ്ടിങ്സും ഇവരൊക്കെയും പിന്നെ റഹ്മാൻക്കും ജിംഷിക്കും അവിടുത്തെ എല്ലാവരും ആ ഒരു സാധനം ഞാൻ അറിയാണ്ട് ആ പരിപാടി ചെയ്തു പോയി ഓട്ടോമാറ്റിക്കലി. അതായത് ഇപ്പൊ ഈവൻ വെറുതെ ഇപ്പൊ മറ്റേ എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിരാന്ത് ഞാനില്ല, എനിക്ക് മതി ഇതെന്നൊക്കെ പറയുമ്പോഴും അപ്പൊ മറ്റേ ബേബിജി നിങ്ങളൊരു സിനിമയിലാണ് വന്നേക്കുന്നത്, നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കൂ അങ്ങനെ പറഞ്ഞ ആൾക്കാരെന്നല്ല, പോയിക്കോ മര്യാദക്ക് നിന്നിട്ട് അവിടെ അപ്പൊ അത്രയും റോ ക്രൂ ആയിരുന്നു. എക്സ്പെക്ടേഷൻ അതായിരുന്നു. അല്ല, എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇല്ല, ഞാൻ അറിയാണ്ട് അതൊരു പരിപാടി സംഭവിച്ചു എന്നുള്ള ഈ കാര്യമൊക്കെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് അടിപൊളിയായിരുന്നു പരിപാടി. നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ ടീമിന്റെ വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഷൂട്ടിങ്, അതായത് ഈ പറഞ്ഞ പോലെ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി കറക്റ്റ് ടൈമിൽ എത്ര ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു ഡയറക്ടർ എസ്പെഷ്യലി, പ്ലസ് നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല നിങ്ങൾ ഇത്രയും മാസം ഒരുമിച്ച് ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നതാണെങ്കിലും ഒരു സാധാരണ സിനിമയിൽ ഉപരി നിങ്ങൾ ഒരുപാട് അടുക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു. അതൊരു വലിയ മാറ്റർ അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ അല്ല, അത് എല്ലാ സിനിമക്കും നോക്കാൻ കിട്ടില്ല. ചൂട് വൈബ് എല്ലാം അങ്ങനെ പറയാതെ കേരളയിൽ നമ്മളെല്ലാരും കൂടിയിട്ട് മൊത്തത്തിൽ ആ ഒരു രസം എല്ലാരും കൂടിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് രസം. ഇങ്ങനെ ഒരുമിച്ച് ഒരു 1 BHK അപ്പാർട്ട്മെന്റിൽ ഓ ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നല്ലേ? അടിപൊളി. ഇപ്പോൾ ഡെബ്യൂ ആണ്. ഇതിലെ സോങ് എവ്രിഡേ സോങ്ങും ഹിറ്റ്. എല്ലാവർക്കും അതിൻ്റെ ഐ മീൻ സോങ്സ് ആണ്, അതിൻ്റെ റീൽസ് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ കട്ട്സ് ആണെങ്കിലും എല്ലായിടത്തും ഷെയർ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് അഭിനയിക്കുന്ന മൂവി തന്നെ അതിലെ സോങ് തന്നെ റിലീസായപ്പോൾ തന്നെ പീപ്പിൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ്. അയ്യോ, ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഈ ആക്ടിങ് എല്ലാം ആദ്യമായിട്ടാണല്ലോ, അപ്പം ഇതെങ്ങനെ ആൾക്കാർ എടുക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല റിവ്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് നസ്ലിനുമായിട്ടുള്ളൊരു കോംബോ കംഫർട്ട്, കാരണം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ വരുമ്പോൾ ആസ് എ ആദ്യത്തെ ആക്ടർ എല്ലാ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരു കംഫർട്ടോ ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതിന് എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു? നമുക്ക് എന്താ അങ്ങനത്തെ ഒരു പേടിയോ അല്ലെങ്കിൽ ആ സെറ്റിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല റഹ്മാൻക്കാണെങ്കിലും അല്ലെങ്കിൽ ചുറ്റുള്ള ക്രൂ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. നമ്മളെല്ലാവരും കൂടിയും ഫ്രണ്ട്സായിട്ട് വന്ന് നിൽക്കുന്നു, അതിനിടയിൽ ഷൂട്ട് ചെയ്യുന്നു, പോകുന്നു എന്നുള്ള ഇതിലാണ്. അപ്പോൾ അധികം എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിപാടികളൊക്കെ അങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എഫോർട്ട് എടുക്കേണ്ട ഒരു ആവശ്യം തന്നെ വന്നിട്ടില്ല. അതെ, അല്ലാതെ തന്നെ ഭയങ്കര സിമ്പിളായിരുന്നു പരിപാടിയെല്ലാം. നിങ്ങൾ തമ്മിലുള്ള കോമ്പാണ്. ഇപ്പോൾ തണ്ടുമുറ്റം കഴിഞ്ഞിട്ടാണെങ്കിലും അതിനിടയിൽ നിങ്ങൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ മൂവിയിൽ നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഞാൻ ഫസ്റ്റ് വിളി വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ നസ്ലിന് ലുക്കാണ് എന്ന് പറഞ്ഞു റഹ്മാൻക്ക്. അപ്പോൾ ഞാൻ നേരെ നസ്ലിനെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ റഹ്മാൻക്ക് വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ പരിപാടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ അറ്റൻഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തണ്ടുമുറ്റത്തിന് ശേഷം ഇങ്ങനെ നസ്ലിൻ ഹീറോ എന്നൊരു പരിപാടിയിൽ
ഞാൻ ചോദിച്ചു പ്രൈമറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഫ്ലാറ്റ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യണം നിന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ അന്നേരം പറഞ്ഞതാണ്. യാ ഓക്കെ. ഈ തണ്ണീർമത്തൻ ആ ടൈമിലാണെങ്കിൽ എവിടെയൊക്കെ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട് സൗബിക്കയുടെ ഒരു സ്റ്റൈലും അല്ലെങ്കിൽ ഒരു കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ശരിയല്ലേ ആ രീതികൾ ഇതിലുണ്ടോന്ന് നോക്കിയാൽ മതി. ഈ ബോക്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു ത്രെഡ് എടുക്കുമ്പോൾ കുറേ എക്സ്ട്രാ കെയർ തീർച്ചയായിട്ടും വേണമല്ലോ. സിനിമയിലേക്ക് അതിൻ്റെ ഇപ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് എത്രത്തോളം നമ്മൾ കാരണം അത് കുറച്ച് ചാലഞ്ചിങ് എന്ന് വേണമെങ്കിൽ പറയത്തില്ലേ ഇങ്ങനെ ഒരു സ്പോട്ട് നമ്മൾ എടുക്കുമ്പോൾ എത്രത്തോളം അതിന്റെ ടെക്നീക്സും അല്ലെങ്കിൽ അതിന്റെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു എന്താ പ്രോപ്പർ ബോക്സിംഗ് പടം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണിക്കാൻ പറ്റുന്ന ഓഫ്കോഴ്സ് പോരായ്മകൾ ഉണ്ടാവാം. എന്നിരുന്നു കഴിഞ്ഞാലും എല്ലാ സൈഡിൽ നിന്നും അത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒരു പഞ്ച് ഡെലിവറി ചെയ്യുന്ന അത് പല ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു പഞ്ചിന്റെ അല്ലെങ്കിൽ പഞ്ച് ത്രോ ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും പടം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബോക്സിംഗ് ഒരിക്കലും ഇതൊരു കോമഡി പടമാണെങ്കിലും ബോക്സിംഗ് ഒരിക്കലും കോമഡി ആയിട്ടല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സീരിയസ് സ്പോർട്ട് തന്നെ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ എല്ലാ റെസ്പെക്റ്റോടും കൂടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതിന് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ സമയം എടുത്തത്. അതെ, ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ രീതികളും ഞങ്ങൾ ജോഫിൽ കോച്ചായിരുന്നു ഞങ്ങളെല്ലാരും നസ്ലിൻ ശരിക്കും ടോണ്ടായി. എന്നോട് റഹ്മാൻക്ക് പറഞ്ഞത് നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വപ്പി ജോലൈനൊക്കെ ഷൂട്ടിന്റെ ലുക്ക് ടെസ്റ്റിന്റെ ദിവസം ഇത് പോയിട്ടൊന്നുമില്ല, കവിള് ചാടിക്കിടക്കണെന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയും കട്ട് ചെയ്ത് കിട്ടും. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു എഫേർട്ട് ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഒരു കൈ ചെയ്യാൻ തരുവാണ്. ആ ഒരു എഫേർട്ട് ഇട്ടതിന് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് അടിപൊളി. റൈറ്റ്. അപ്പോൾ എന്തായാലും ഇതൊരു സ്പോർട്ടാണല്ലോ. അപ്പോൾ സ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ശരിക്കും നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ഒരു സ്പോർട്ട് പറയുന്ന IPL എന്ന് പറയുന്ന പരിപാടിയാണ്. റെഡി? അപ്പോൾ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആവാം. ഓക്കെ, സെറ്റ്. ഫസ്റ്റ് പറയുന്നവർക്ക് ഫസ്റ്റ്. IPL തുടങ്ങിയോ? പിന്നെ അതൊന്നും അറിയുന്നില്ലേ? ഇതിന്റെ ഇതിലാണ് ഇപ്പോഴും ഗൗതം ഗംഭീറൊക്കെ ഗൗതം ഗംഭീറൊക്കെ എപ്പോഴും എന്താണ് പുള്ളി കോച്ചാണ് അല്ലേ? യെസ്. അപ്പൊ IPL ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ഒരു പ്ലെയർ ആരാണ്? ചാൻസ് പോയേ അതന്നെ ഒരാളല്ലേ? അതൊരാളല്ലേ? വീട്ടുപേരും കൂടെ ഞാൻ പറയാം. സ്കോർ സ്കോർ പറഞ്ഞ എനിക്ക് മനസ്സിലായി. 8004 ഏത് രാജ്യത്തെ പ്ലെയർ ആണെന്നുള്ളത് അത് പറഞ്ഞ ഈസി ഇല്ലേ? ആദ്യത്തെ അക്ഷരം പറ. നമ്മുടെ രാജ്യത്തെ കളിക്കാരൻ വിരാട് കോഹ്ലി. ശ്രീശാന്ത്. ഒരു ഗെയിമിലാണ് ഓക്കെ. ഒരു പോയിന്റ്. നിങ്ങൾ എത്രയും പറഞ്ഞു കിട്ടി. നമുക്കൊരു പോയിന്റ് ആയിട്ടോ. നിങ്ങൾ എത്ര ആർക്കും പറയാം, ആ ടീമിൽ ആർക്കും പറയാം. അല്ല നമ്മള് സ്റ്റെർലിംഗ്. അല്ല ഇതില് കൂടുതൽ പോയിട്ടുള്ള എവിടെ പറഞ്ഞ പേരുകളിൽ അതുകൊണ്ട് കൂടുതൽ പോയിട്ടുള്ള എവിടെയാണ്? അല്ല എന്താ വെച്ചാല് സ്റ്റെർലിംഗിൽ നമ്മൾ കുറച്ച് ആൾക്കാരും ആർക്കാഡിൽ കുറച്ച് ആൾക്കാരും ഇതൊരു യുദ്ധമായി മാറി. അടിപൊളി. അവിടെയാണ് ഹാപ്പനിങ്, ഇവിടെയാണ് ഹാപ്പനിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ക്യാപ്റ്റൻ ഏതായാലും ഹാപ്പനിങ് ശരിക്കും പറയും. റഹ്മാൻക്ക് കാര്യസ്ഥിരത്തിൽ ഒരു ദിലീപ് മൂടായിരുന്നു. അപ്പുറത്തോണ്ട് ജിംജിക്ക പാവ അവിടെ ഇരുന്ന് പോറ്റേക്ക് നമ്മള് ലയിച്ചു എല്ലാരും. അടുത്ത ചോദ്യം അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം വെക്കാം. ഓക്കെ, ഇനി വളരെ ഈസിയാണ്.
IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയ വർഷം സ്റ്റാർട്ട് ചെയ്യുക, അതായത് IPL സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു വലിയൊരു പരിപാടിയായിരുന്നു. ഇന്ന ഇയറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 2007. ആരാ പറഞ്ഞേ? വീണ്ടും അല്ലല്ല, ഞങ്ങൾ അടുത്തെത്തി 2008 പറഞ്ഞൂടെ. 2008 വലിയ കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു അതായത് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു നിങ്ങളുടെയൊക്കെ ലൈഫ് ഒരു സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യും? ജസ്റ്റ് ചുമ്മാ ഒരു ക്രിക്കറ്റുമായിട്ട്. ചെസ്. നമ്മളൊരു ടീമല്ലേ. ബ്രെയിനി ബോയ്. ചെസ്. ഓക്കെ, സ്വിമ്മിങ്. സ്വിമ്മിങ് ആയിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ ലൊക്കേഷനിൽ മുങ്ങുമായിരുന്നു ഇടയ്ക്ക്. അങ്ങനൊക്കെ. ഓക്കെ, ഇനി നെസ്ലിം ദൈവമേ. സ്പോർട്ട് ബോക്സിംഗ് എന്നൊക്കെ ഇല്ലല്ലോ. അയ്യോ വേണ്ട. ആണോ? അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബോക്സിങ് ഭയങ്കര എന്താ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അതെ, ഇടി കിട്ടുമ്പോഴും അതെ വേറൊരു സുഖമുണ്ട്. അതും ശരിക്കുള്ള ഒരു ബോക്സിന്റെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം ചെയ്യും. ഇതിപ്പോ ഏതാ ക്രിക്കറ്റ് തപ്പിച്ചിട്ടേ. സന്ദീപ് പറയാനുണ്ടല്ലോ ഫുട്ബോള്. ഇങ്ങനെ ബോളിന്റെ പുറകെ രക്ഷപ്പെടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. എക്സ്ട്രാ 5 മാർക്കും കൊടുത്തേക്കും. ഇനി പിക്കപ്പ് ലൈൻ കാർത്തിക് പറയൂ. ഞാനാണെങ്കിൽ ബാഡ്മിന്റൺ എടുക്കാം. ഞാൻ കോർക്ക്. ഞാൻ കോർക്ക്. അപ്പൊ അങ്ങനെ നമ്മളായിട്ട് തട്ടി കളിക്കുന്നു നല്ല ഉദ്ദേശം. അങ്ങനെയാക്കാം. അപ്പൊ ഷോൺ എന്ത് പറയും? പറയൂ. രസല്ലേ? എനിക്ക് നീന്താനായിട്ട് ഇഷ്ടം. അപ്പൊ സ്വിമ്മിങ്. അടിപൊളിയായിട്ട് സിമ്മർ എന്തേലും പറയാ. ഇടക്കിടക്ക് ചെറുപ്പം വീട്ടിൽ നിന്ന് അറിയാണ്ട് ഓടിപ്പോയി നീന്താൻ പന്തിന്റെ പുറകെ പറയാൻ വയസ്സ്. ഞാനും സ്വിമ്മിങ്. സ്വിമ്മിങ് സേഫ് സോൺ ആണ്. ഒരു ടെക്നിക്ക് പഠിച്ചാൽ പിന്നെ ഫ്ലോട്ട് ചെയ്യാലോ. ചുമ്മാ കിടന്നിട്ട്. ശരിയാണ്. റൈറ്റ്. ഓക്കെ, ഇനി വളരെ ഈസി ആയിട്ടുള്ള പരിപാടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് പറയും. ആ വേർഡ് ഇതിൽ ഏറ്റവും ലാപ്റ്റ് ആയിട്ടുള്ള ആർക്കാണ് ഒരു വർഷം വെച്ച് പറഞ്ഞാലും മതി. ഒരാൾക്കാണ് പറയാം ആദ്യമായിട്ട്. റൈറ്റ്? റെഡി അല്ലേ? ഈസി. പീസ്. സമാധാനത്തിന്റെ ആളാണ്. ജാങ്കോ. I go for Franco. ഒന്നടങ്കം പറയുന്നു ഫ്രാങ്കോ. സെറ്റിൽ ലൊക്കേഷനെല്ലാം പീസ്ഫുൾ ആണല്ലേ? അഭിമാനിക്കുന്നു. അവര് തന്ന പട്ടത്തിൽ അഭിമാനിക്കുന്നു. ചെറുതായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. രണ്ടിതുണ്ട്. അതിന്റെ നടുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കത് ഒന്ന് കാലത്ത് മേജർ. ഓ, ആ സമാധാനം പോണെന്നുണ്ടെങ്കിൽ അമ്മാരി ആൾക്കാരെ ഒന്ന് വെറുപ്പിക്കണം. ഷോണിനെ പോലെ അത് വെറുതെ ഇതെല്ലാം തിരിച്ചും പണി കിട്ടുമെന്ന് ഓർത്തിട്ട് വേണം പറയാൻ കേട്ടോ. മൂപ്പളാണല്ലോ എന്തേലും പറഞ്ഞു. എന്റെ തല തൊട്ടപ്പന്റെ പോലെ. അതായത് തീരുമാനമാവട്ടെ. ഓക്കെ,
ഫൈറ്റർ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ എന്ന് ഞാൻ പറഞ്ഞില്ല ആരുമില്ല. അങ്ങനെ ആരും ഇല്ലെന്ന് അല്ല അനഘ അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അല്ല അനഘ അത്യാവശ്യം ഓക്കെ ഫൈറ്റ് റീസൺ ഞങ്ങളുടെ കൂടെ അങ്ങനെ ആക്ച്വലി ശരിക്കും അവനാട്ടോ ഫൈറ്റർ ബോക്സിംഗ് കാരണം ഇത്രയും നമ്മള് ഊക്കി അവിടെ ഫൈറ്റ് ചെയ്താണ് നമ്മുടെ കൂടെ ബോക്സറാണ്. അതൊന്നും ഞാൻ പറഞ്ഞത് അത്രയും കേട്ടിനും അതിൽ നിന്ന് ഇങ്ങനെ ഇതായിട്ട് വന്നു അല്ലേ? Come on, bro. Fighter, of course. രണ്ടുപേര്. Okay. Romantic. Pickup lines too, അല്ലേ? സത്യം. റൊമാൻറ്റിക് ആണ് ഇപ്പൊ ചിരിക്കേ. റീസൺ ഉണ്ട്. ഒരു സമയം പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരില്ല സഭയെല്ലാം രാത്രി റൊമാൻറ്റിക്കാ, പക്ഷെ 24/7 റൊമാൻറ്റിക് ഉള്ള ഒരാളുണ്ട്. അതാണ് സാൻഡി. ഞാനത് ഓർക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഫാലിമയുടെ ഇന്റർവ്യൂവിന് സാൻഡിയുടെ അപ്പൂപ്പനായിട്ട് അഭിനയിച്ച ചേട്ടന് പുള്ളി പറയാണ്, മോനെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ മോൻ രാത്രിയാകുമ്പോ ഫോൺ എടുത്ത് ഇങ്ങനെ പടത്തിന്റെ ഷൂട്ടിൽ ചായ വേണോ? വേണ്ട, കുറച്ച് കോളുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പൊ കാർത്തി പോയി. കാർത്തി 12 മണി കഴിഞ്ഞാൽ കാമുകൻ, രാവിലെ ചുകുമ. നിങ്ങളുടെ റൂമിൽ വന്നിട്ടാണോ കോൾ വിളിക്കുന്നത്? അല്ല കാലം പിടിക്കും. ഞാനും സന്ദീപും ഒരാഴ്ച ഒരു റൂമിൽ ആലപ്പുഴയിൽ നിന്നായിരുന്നു. പാട്ട് വെക്കും, ഇവൻ ഫോൺ വിളിച്ച് ഉറക്കത്തില്ല, ഞാൻ അവൻ ഉറക്കത്തില്ല, ഞാൻ ഫോൺ ചെയ്തവൻ ഉറക്കത്തില്ല, ഇവൻ പാട്ട് വെച്ചവൻ ഉറക്കത്തില്ല. രാത്രി കറക്റ്റ് 10:01 സ്ഥിരം ഒരു പാട്ട്, കറക്റ്റ് 10:01 എല്ലാ ദിവസവും ഒരേ പാട്ട്. ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഉറങ്ങി കഴിയുമ്പോ ഞാൻ എഴുന്നേറ്റ് പയ്യ ഓഫ് ചെയ്യും. ബേബിക്ക് റൂമിൽ പോകാൻ പേടിയാണ്. ബേബി കാരണം നമ്മളെ വരാൻ്റെ പിടിച്ചിരുത്തും. ഇവനെ ഏസിട്ട് അതിനെ തണുപ്പിച്ചിട്ടേ ചില്ലുമ്പേ അതെ, അങ്ങനെ ഒരു സംഭവം. ആഫ്റ്റർ 12 ഒടുവിൽ സംഭവിച്ചു അല്ലേ? എല്ലാം പറയുന്നു. ഇമോഷണൽ ആണ്, പെട്ടെന്ന് സങ്കടവും വരും, അതുപോലെ തന്നെ ഹാപ്പി ആവും. അങ്ങനെ ചെറിയ പ്രശ്നവും ഉണ്ടായി. അങ്ങനെയാണ് ഷോൺ തന്നെയാണ് പെട്ടെന്ന് ഇമോഷണൽ ആവും. ഇങ്ങനെ കിട്ടും. അല്ല അവൻ പെട്ടെന്ന് ഇമോഷണൽ, പെട്ടെന്ന് ഹാപ്പി ആവും. ഓക്കെയാണ്. നിങ്ങള് ഇത്രയും ടേക്സും കാര്യങ്ങളിലൊക്കെ ഈ മൂവിയിൽ പോയതിൽ ഒരു ഷോട്ട്, ഓക്കെ, ആ ഷോട്ട് നിങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു വൺ ഷോട്ട്, അത് ചിലപ്പോൾ കുറേ ടേക്ക് പോയതാവാം, അല്ലെങ്കിൽ ടേക്ക് കഴിഞ്ഞിട്ട് യെസ് എന്ന് ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വന്നതാവാം. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഏതായിരിക്കും? എനിക്കുള്ളത് പറയാൻ പറ്റില്ല. പടം ഇറങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടി തന്നെയാ. അത് ഭയങ്കര രസമായിരുന്നു. കാഠിന്യമായിരുന്നു. അതെ, ഹാർഡ് വർക്ക്. അല്ല അത് എന്താ പടം ഇറങ്ങുമ്പോ കാണട്ടെ. യെസ്. ഓക്കെ, നെക്സ്റ്റ്. ലേസി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലേസി എന്ന് പറഞ്ഞാൽ അതുവരെ നല്ലൊരു മടി. റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് അത് നടക്കില്ലെങ്കിലും
അങ്ങനെ ആരുമില്ല സിനിമയിലെ പറ്റില്ല. സത്യം പറഞ്ഞു അല്ല, ഇത് വെറുതെ എല്ലാവരെയും ഇതാക്കാൻ വേണ്ടി പറയുന്നില്ല. ഇവിടെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിൽക്കാൻ പറ്റുന്ന സെറ്റും അല്ല. അത് അവരെ അങ്ങനെ ഓണി നിൽക്കണ റഹ്മാനൊക്കെ ജിംഷിക നല്ല ഇട്ടിട്ടുണ്ട്. സൈഡിൽ കൊണ്ടിട്ട് നല്ല ഓക്കെ. ഇത് ഈ നിങ്ങളുടെ ഈ ലൊക്കേഷനിൽ ഓക്കെ ഒരു 1 day പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡേയ്സ് ഷൂട്ട് പോയി? ഓൾമോസ്റ്റ് 100 days പോയിട്ടുണ്ട്. 100 days പോയി. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച ടൈം ഉണ്ടായിട്ടുണ്ടാവില്ല, തുടക്കം മുതൽ അവസാനം വരെ. അപ്പോ ഇത്രയും നാള് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത്രയും മന്ത്സ് ഇതിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പാക്കപ്പ് ആകുമ്പോൾ കിട്ടുന്ന ഒരു വിഷമമുണ്ടല്ലോ. അത് കഴിഞ്ഞ് പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്, ഒരുമിച്ച് കാണാം. എങ്കിൽ പോലും ദ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര വിഷയമുള്ള ഒരു കാര്യമായിരിക്കാം. യു മൈറ്റ് ഫീൽ ബാഡ് അല്ലെങ്കിൽ സാഡ്. അതിൽ ഇത്രയും ഡ്യൂറേഷനിൽ ഒരു 1 day പറയുകയാണെങ്കിൽ, ഒരു എക്സ്ട്രീംലി ഹാപ്പി ആയ ഒരു ഡേ പറയുകയാണെങ്കിൽ, എല്ലാവരും കൂടെ അല്ലെങ്കിൽ ഒരുപാട് ചിരിച്ചതാവാം, അല്ലെങ്കിൽ ദാറ്റ് ഡേ വാസ് അങ്ങനെ എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സന്തോഷിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ പെർട്ടിക്കുലർ ഡേ എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. ലാസ്റ്റ് ഡേ വിഷമം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാഫ് എപ്പോഴും റോ ആയിട്ട് അങ്ങനെ പോയോണ്ടിരുന്നത്. അതിന്റെ ഒരു 24 മണിക്കൂറിൽ തന്നെ എല്ലാ ഗ്രാഫും ഇങ്ങനെ പോയിരുന്നത്. നല്ല എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ പിന്നെ ഇതെന്താ വെച്ചാല് ഡയറക്ടറാണല്ലോ ആ ഒരു സെറ്റിന്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണേ. അത് എന്നും റഹ്മാൻക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ മൊത്തം സെറ്റ് ഡൗൺ ആകും. അവരെ പക്ഷെ എപ്പോഴും ഫുൾ ഓൺ, നമ്മളെപ്പോഴും ഇങ്ങനെ ഓണാക്കി നമ്മളോട് കളി. നമുക്ക് ക്യാരംസ് ഒക്കെ ഉണ്ടായിരുന്നു, അബു സലീംക്കൊക്കെ വന്നിരുന്നു. ആരായിരുന്നു ടീം? ആരായിരുന്നു അബുക്കാടെ? ഞാനോ ബുക്ക് അതുകൊണ്ട് ഞാൻ നീ ഒരുപാട് അതായത് ഞാനും ലുക്കും ജയിക്കാനായപ്പോഴത്തേക്ക് ഇവര് ക്യാരംസ് ഇവരെ അടിച്ചു പറ്റി. സ്ട്രൈക്കർ അടിച്ചു മാറ്റിയത് സ്ട്രൈക്കറും റെഡും പോയി. നോക്കുന്നായപ്പോഴത്തേക്ക് സ്ട്രൈക്കർ അടിച്ചു പറ്റി. ഗ്രൗണ്ട് പീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് പീസ് പിരിച്ചത് കമ്മിറ്റി വരുന്നു. അതുകൊണ്ട് ഇവര് ഫുഡ് അടിച്ചു. കമ്മിറ്റി ആ ടൂർണമെന്റ് മൊത്തത്തിൽ സുതാര്യമായിരുന്നു. കുറച്ച് കള്ളത്തരങ്ങൾ ഉണ്ടായോന്ന് ചോദിച്ചാൽ അത് കമ്മിറ്റിക്കാർ തോറ്റപ്പോഴത്തേക്ക് ഇവര് പതുക്കെ അലമ്പണിയാൻ തുടങ്ങി. അത് ബാഡാണ്. കാരണം ഒരു ടീം ജയിക്കാനാകുമ്പോൾ സ്ട്രൈക്കർ ഒളിപ്പിച്ചത് അധികൃതരാണ്. പടത്തിന്റെ അധികൃതർ. ചുരുളറിയാത്ത രഹസ്യത്തിൽ ഒക്കെ നമുക്ക് കൊടുക്കാം ഏഷ്യത്തില്. അടുത്ത് പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ് ആരുടെയാണോ അവൻ ഔട്ട് ആയി കഴിഞ്ഞാൽ ബാറ്റുമായിട്ട് തിരിച്ചു കിട്ടി പോകുന്ന സ്കീം. ഓക്കെ. ഇനി നസ്ലിനെ ഇപ്പോൾ മൂവിയിൽ വന്ന ടൈമിൽ അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ഒരു സഹതാരമായിട്ട് വരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ആ നസ്ലിൻ്റെ പടം ആ ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് അല്ല സീരിയസ് സത്യമല്ലേ? ഒരു കൈ കൊടുത്താലോ കറക്റ്റ് അല്ല സീരിയസ്ലി നാട്ട് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി ആ ഗ്യാരണ്ടിയുടെ ലെവൽ എങ്ങനെയാണ് നസ്ലിൽ കാണുന്നത്? ഇത് ഗ്യാരണ്ടി എന്ന് പറയാൻ ഖാലിദ് റഹ്മാൻ ആണ്. ഇപ്പൊ ഒത്തിരി ആയി പുള്ളിനെ പറ്റി. പുള്ളിയുടെ അല്ല സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഖാലിദ് റഹ്മാൻ പടമാണ്. അപ്പോൾ അതാണ് അതിന്റെ ഗ്യാരണ്ടി എന്ന് പറയാനുള്ളത്. നമ്മളെല്ലാം ആ ജേണിയിൽ പാട്ടായി എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ സിനിമകളിൽ അത് എനിക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ പുറകെയുള്ള ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ റൈറ്റേഴ്സ് ആയിക്കോട്ടെ അതിൻ്റെ പുറകെയുള്ള ടെക്നീഷ്യൻസും അത്രയും ഗ്യാരണ്ടി അത്രയും നല്ല കണ്ടന്റുകൾ എത്തിക്കണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യവും പിന്നെ സെലക്ട് ചെയ്യുന്നതെല്ലാം ഒരു
അങ്ങനത്തെ രീതിയിലെത്തി ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ അതിലൊത്തിരി ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയുള്ള കമന്റ് ആണെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ നസ്ലിൻ ആൾക്കാർ അയച്ചിട്ട് തരുമല്ലോ, ആൾക്കാർ വരുമ്പോൾ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഗ്യാരണ്ടി കാണുമ്പോൾ ആ ഒരു ട്രൂലി സന്തോഷമാണ്, വളരെ ഹാപ്പിയാവും ഞാൻ. എന്താ ഇതൊക്കെ കാണുമ്പോഴാണെങ്കിലും കേൾക്കുമ്പോഴാണെങ്കിലും മനസ്സുകൊണ്ടാണ് ചിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ വരുന്ന സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം എന്നും ഉണ്ടാവട്ടെ. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. ഇതില് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വശം നോക്കുമ്പോൾ ഇപ്പോ ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ ഒരാൾക്ക് കഴിവ് കാണിക്കാനാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി ഈസി ആയിട്ടാണോ തോന്നുന്നത്? ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാൻ ചോദിക്കുവാണ്, ടു ഫൈൻഡ് എ പേഴ്സൺ, ഒരു പ്രോപ്പർ ക്യാരക്ടറിനെ ഫൈൻഡ് ചെയ്യാൻ ഈസി ആയിട്ടാണോ തോന്നുന്നത് സോഷ്യൽ മീഡിയ? അല്ല, രണ്ട് ടൈമിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വെച്ചാൽ നമുക്കിപ്പം അത് ഡയറക്ടറിനനുസരിച്ചിരിക്കും. ഇപ്പം ഈ ഡയറക്ടറിന് എങ്ങനത്തെ താല്പര്യങ്ങളാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഈ സിനിമയ്ക്ക് ആപ്റ്റായ എങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരാണോ നമുക്ക് വേണ്ടത് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. പക്ഷെ ഇപ്പം ചിദംബരത്തിന് ഇപ്പോൾ ഒരു പുതിയ നമ്മളിപ്പോൾ ചില പടങ്ങളിൽ നമ്മൾ കാണുമ്പോൾ കുറച്ച് റീലുള്ള ആൾക്കാരൊക്കെ കുറച്ച് അവരെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം ചിദംബരത്തെ സംബന്ധിച്ചോളം കൂടുതൽ ഇപ്പോൾ ഈ അടുത്ത പടത്തിൽ വരാൻ പോകുന്നത് തീരെ ആൾക്കാർ കാണാത്ത, ഇപ്പൊ റീൽ പോലും കാണിക്കാത്ത ആൾക്കാരെ വേണമെന്നായിരിക്കും അയാളുടെ ആവശ്യം. അപ്പം റിക്വയർമെന്റ്സിനനുസരിച്ചും ആൾക്കാരുടെ അനുസരിച്ചിരിക്കും. അപ്പം ആ സമയത്ത് നമ്മളിപ്പോൾ ഇപ്പൊ ചെയ്യുന്ന സിനിമയിൽ ഫുൾ പുതുമുഖങ്ങളാണ്, നോൺ ആക്ടേഴ്സ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ് ഇപ്പൊ ചെയ്യുന്ന സിനിമയിൽ. അപ്പൊ അതും ഈ റീൽസിലോ സോഷ്യൽ മീഡിയയിലോ വരാത്ത ആൾക്കാർ തന്നെ കൂടുതലും വേണമെന്നാണ്. ഓക്കെ, പക്ഷെ അതിപ്പോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉറപ്പായിട്ട് ബുദ്ധിമുട്ട്. അപ്പൊ ഞാനിപ്പോ ഒരു 10-60 കൂട്ടികൾ കുറെ ഉള്ള സിനിമയാണ്. അപ്പൊ ഒരു ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പൊ പുതിയ വരാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു 10-70 സ്കൂളുകളിൽ ഞാനിപ്പം കേരളത്തിൽ ഇങ്ങനെ കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നമ്മൾ ചില സമയത്ത് സാച്ചുറേറ്റഡ് ആവും. അപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 60 സ്കൂളുകൾ കയറി ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇതാണോ അയാൾ. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ സാച്ചുറേറ്റ്, ചില സമയത്ത് കുട്ടികളെ കാണുമ്പോൾ ദേഷ്യം വരുന്ന സമയം വരെ എത്തും. അപ്പോൾ ഓരോരോ റിക്വയർമെന്റ്സ് അനുസരിച്ചിരിക്കും. ജഡ്ജ്മെന്റ് തെറ്റാൻ സാധ്യതയുണ്ടാവും. ചിലപ്പോൾ റൈറ്റ് ആൾക്കാരെ മിസ്സാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പേടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ ആങ്സൈറ്റികളാണ്. ഇപ്പൊ ഇന്നതാവോ ഇയാളാവോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആങ്സൈറ്റി. അപ്പൊ നമ്മള് പക്ഷെ അത് ചെയ്യുന്നത് ഞാനിപ്പോ വേറെ പുറത്തുള്ള ആൾക്കാരുടെ പടത്തിൽ ഞാൻ കാസ്റ്റ് ഡയറക്ഷൻ ചെയ്തിട്ടില്ല. ഞാനിപ്പം അപ്പൊ അവനാകുമ്പോൾ എനിക്ക് അവന്റെ റിക്വയർമെന്റ്സ് അറിയാൻ പറ്റും. അല്ലാതെ ഇതൊരു കാസ്റ്റിംഗ് ഡയറക്ഷൻ പറഞ്ഞൊരു മറ്റേ തലപ്പാവ് നിർത്തി ഞാൻ വെക്കുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ചിദംബരം ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡയറക്ഷൻ എന്നുള്ള പരിപാടി മൈൻഡുണ്ട് ഉറപ്പായിട്ടും. സംവിധാനം ചെയ്യാനൊക്കെ ഉള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ അതായിട്ടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പൊ നമുക്ക് ഷോർട്ട് മൂവി ഒക്കെ ഷോർട്ട് ഫിലിം മാത്രമേ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എഡിറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ പ്രിപ്പയർ ആയിട്ട് തോന്നുമ്പോൾ ഭയങ്കര നമുക്ക് തോന്നുമല്ലോ നമുക്ക് ചെയ്യാം എന്നുള്ള. ആ ഒരു മൊമെന്റ് വരുമ്പോൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് ധൃതിയൊന്നുമില്ല. എസ്പെഷ്യലി ഇപ്പം ഈ മൂവിൽ ഓൾമോസ്റ്റ് ഈ ഏജ് കാറ്റഗറി നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എവിടെയൊക്കെ സെയിം ആണല്ലോ. അതിൻ്റെ ഒരു കംഫർട്ട് സോൺ ആക്ച്വലി വളരെ നല്ല രീതിയിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ടോ? അതും ഞാൻ പറയുന്ന അതും ആയിട്ട് തോന്നുന്നുണ്ടോ നസ്ലിൻ? അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പം ഈ കാസ്റ്റിന്റെ ഇതിൽ മാത്രമല്ല, ഈ മൊത്തം സെറ്റിനൊരു എനർജി ഉണ്ടായിരുന്നു, ഒരു റാപ്പും ഉണ്ടായിരുന്നു. അത് ഈ പടത്തിൽ ഒരുപാട് പടത്തിനെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആർത്തി, അപ്പൊ ഇനി ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു പിക്കപ്പ് ലൈൻ, നമുക്ക് ഒരു പിക്കപ്പ് ലൈൻ കേൾക്കണോ ലാസ്റ്റ് ആയിട്ട്? അല്ല, അതായത് പടം വെൽക്കം ചെയ്യുക, ആൾക്കാരെ വെൽക്കം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പിക്കപ്പ് ലൈൻ. നമ്മുടെ സീരിയസ്ലി അത് കഴിഞ്ഞല്ലോ, അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞല്ലോ. എന്നാ വെൽക്കം ചെയ്ത് അപ്പൊ കാർത്തിയുടെ ഫസ്റ്റ് ആ ഒരു പരിപാടിയാണ്. അപ്പം 10th റിലീസ് ആവുകയാണ് അല്ലേ? പറയൂ എന്തുവാ പിക്കപ്പ് ലൈൻ. അതെ, അപ്പൊ എല്ലാരും വരണം. പിക്കപ്പ് ലൈനിൽ കൂടെ വെൽക്കം ചെയ്യേണ്ട കാര്യമില്ല. അതിപ്പോ തന്നെ കുറെ നെഗറ്റീവ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത്. അത് ഞാനിപ്പോ വന്നത് പിക്കപ്പ് ലൈനിൽ കൂടെയും സ്റ്റാൻഡപ്പ് കോമഡി കൂടെയാണ്. പക്ഷെ ഓരോ സീസൺ ഉണ്ടല്ലോ ഓരോന്നിനും, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോ
നമ്മൾ കഴിഞ്ഞത് വിടുക. നമ്മൾ പണ്ട് സ്നാക്കി ഇട്ടൊന്നും നടക്കും, ഇപ്പൊ ഇട്ടൊന്നും നടക്കില്ലല്ലോ. അതിൻ്റെ അർത്ഥം സ്നാക്കി മോശമെന്നല്ല, നമ്മൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക, മാറ്റുക, അങ്ങനത്തെ ഒരു ഇതാണ് പിടിക്കാൻ നോക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, എന്താവുമെന്ന് നിങ്ങൾ തന്നെ പറയാ. പഴയ പോലത്തെ ഞാനാണോ ഇതാണോ ബെറ്റർ എന്ന് ആൾക്കാർ പറയട്ടെ. അപ്പോൾ ഈ പറയുന്ന പോലെ ഏപ്രിൽ 10th റിലീസ് ആവുകയാണ്. വിഷുവിൻ്റെ 4 days ബാക്ക് ആണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ആലപ്പുഴ ജിംഖാന ടീം. ഇതിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ എല്ലാം അടിപൊളിയായിരുന്നു. ഫോർ എക്സാമ്പിൾ ടീസർ ആണെങ്കിലും സോങ് ആണെങ്കിലും ഇനിയിപ്പോൾ തിയേറ്ററിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു 50 days 100 days മാത്രം സ്പെൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു മൂവി അല്ല. ഇവരെല്ലാവരും ഒരുപാട് മാസങ്ങളെടുത്ത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ട്രെയിൻ ചെയ്ത് ക്യാരക്ടറിലേക്ക് വന്ന് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്ടിനെ വളരെ ഗംഭീരമായിട്ട് പഠിച്ച് ടെക്നിക്കലിയും അല്ലാതെയും പഠിച്ച് അതിന്റെ ഒരു ഏകദേശം ഐ മീൻ കുറവായിട്ടെന്നാണ് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാലും ആ സിനിമയ്ക്ക് ആവശ്യമായിട്ട് എന്താണോ അത് പഠിച്ചു, റൈറ്റ്, പഠിച്ച് ഒരു എഫോർട്ട് എടുത്തൊരു മൂവിയാണ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമുക്കിപ്പോൾ എല്ലാവരും 10ാം തീയതി കാണാം. പറഞ്ഞാൽ മതി, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു.